കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇങ്ങോട്ട് എണിക്കടി. ആന്റി, ആന്റി പ്ലീസ് ആന്റി, കൊണ്ടുപോലെന്ന് പറയാ ആന്റി. ആന്റി നടക്ക് ആന്റി. എന്റെ വീട്. അങ്ങോട്ട് നടക്കടി ആന്റി. കേറ്. കേറാൻ. ആന്റി അതെവിടെ തന്നെയാണല്ലോ വെച്ചിരുന്നത്. കാണുന്നില്ലല്ലോ. കാണുന്നില്ലല്ലോ. ശ്യാമ എത്തിയെന്ന് തോന്നുന്നു. വീട്ടിലേക്ക് പോരുന്നല്ലേ ഫോൺ ചെയ്തപ്പോ അവള് പറഞ്ഞത്. ആ മോളെ, നീ ചെന്ന് ഹോട്ടലൊന്ന് തുറക്ക്. എത്ര നേരമായിട്ട് അടച്ചിട്ടിരിക്കോ? ശരി. മോളെ, എന്താ ഇതൊക്കെ? എടി, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? അമ്മ ഒന്ന് പോയേ. എടി, എന്താ തിരയുന്നത്? പറയ്. ഇടി, എന്താ തിരയുന്നതെന്ന്? ഇടി ശ്യാമേ, ഇടി നിന്നോടല്ലേ ചോദിച്ചത് എന്താ തിരയുന്നതെന്ന്? നിങ്ങളോട് പോവാനല്ലേ പറഞ്ഞത്? അയ്യോ, അയ്യോ അമ്മ, എന്താ എന്താ അമ്മ, എന്ത് പറ്റി? അവള് അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നുമില്ലടി, ചെറിയൊരു വേദന. വെള്ളം കൊണ്ട് തടവി അതങ്ങ് മാറിക്കോളും. എടി, ഇവളെന്തീ കാണിക്കുന്നേ? നീ എന്തായി കാണിച്ചേ? അവളുടെ ഒരു തെരച്ചില്. നിന്നോടല്ലേ ചോദിക്കുന്നേ, നീ എന്തായി കാണിച്ചെന്ന്? ചേച്ചിക്ക് എന്തിന്റെ കേടാ? അങ്ങോട്ട് മാറ്. മോളെ ശാലിനി,
ഇവളെന്തായി കാണിക്കുന്നേ? നിക്കടേ, എവിടെ പോന്നു നീ? എവിടെ പോകുന്നില്ല. എനിക്കിതിന് സമാധാനം തരുമോ? നിക്ക്. നിനക്ക് സമാധാനം കിട്ടാനാണോ നീ അമ്മയെ പിടിച്ച് തള്ളിയേ? അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ നീ സമാധാനം പറയുമായിരുന്നോ? അവരോട് പോവാനേ ഞാൻ പലവട്ടം പറഞ്ഞതാ. ഓ, പിന്നെ എന്റെ ബാഗ് പിടിച്ചു വാങ്ങാൻ നോക്കി. അവരോ? എന്താ പറഞ്ഞത്? അവരെന്നോ? മോളെ വിടമ്മേ. എന്താടി പറഞ്ഞത്? നിനക്ക് എങ്ങനെയാ അമ്മ അങ്ങനെ വിളിക്കാൻ തോന്നിയത്? പറയടി. അമ്മ മാറി നിന്നേ. പറയാൻ മോളെ വേണ്ട. അവളുടെ ഒരു ബാഗ് ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അടുത്ത് വന്നാലുണ്ടല്ലോ ചവിട്ടി നട്ടലൊടിക്കും ഞാൻ. അറിയാലോ നിനക്ക്. തരില്ല. മിണ്ടാതെ നിന്നോണം. ഞാനൊന്ന് നോക്കട്ടെ ഇത്രയും വെപ്രാളപ്പെടാൻ ഇതിനകത്ത് എന്താ ഉള്ളേന്ന്. ഈശ്വര, കുഞ്ഞിച്ചി വേണ്ട. എന്താടി വേണ്ടാത്ത? എന്താ വേണ്ടാത്തെന്ന് ഞാൻ നോക്കിയിട്ട് കുഞ്ഞിച്ചി. കുറെ നേരമായല്ലോ നിനക്ക് ഇതിനായിരുന്നല്ലോ അഹങ്കാരം. കുഞ്ഞിച്ചി ബാഗ് താ. കുഞ്ഞിച്ചി മിണ്ടാതെ നിൽക്കാൻ എന്നോട് പറഞ്ഞേ. കുഞ്ഞിച്ചി ബാഗ് തരാനാ പറയുന്നേ. മോളെ ശ്യാമേ വേണ്ട. മാറി നിൽക്കമേ. എന്റെ കയ്യിൽ നിന്ന് കിട്ടും നിനക്ക്. മിണ്ടാതെ നിന്നാ നിനക്കൊള്ളാം. കുറെ നേരമായി. അതിന് താ. അമ്മേ, കുഞ്ഞിച്ചി അതിന് തരാൻ താ. കുഞ്ഞിച്ചി, കുഞ്ഞിച്ചി, അതവിടെ വെക്ക്. അതവിടെ വെക്കാൻ. എന്താടി ഇത്? കുഞ്ഞിച്ചിയോടെ പറഞ്ഞേ അതവിടെ വെക്കാൻ. അതിങ്ങി തരാൻ. എന്താടി? അതിങ്ങി താ. അമ്മേ, അതെന്റെയാ. എനിക്കിങ്ങി താ. മിണ്ടാതിരിക്കേ. നീ ഒന്ന് മിണ്ടാതിരുന്നോണം. കുഞ്ഞിച്ചി, എനിക്കതിങ്ങി താ. കുഞ്ഞിച്ചി, അമ്മേ കുഞ്ഞിച്ചി, അതെന്റെയാ. അമ്മ ഇത് പിടിച്ചോ. ജീവൻ പോയാലും അവൾക്കിത് കൊടുക്കരുത്. അമ്മേ, നീ താ. അമ്മേ, എന്താ മോളെ ഇത്? അമ്മേ, അത് ഇവളെ കൊണ്ട് തന്നെ ഞാൻ പറയിക്കാമേ. അമ്മേങ്ങി താ. അമ്മേ, ഇവിടെ നോക്ക്. പറ, എന്താ ഇത്? എന്താ ഇതെന്ന് നിന്നോടല്ലേ ചോദിക്കുന്നത്? എന്താ മനസ്സിലായോണ്ടല്ലേ ചോദിക്കുന്നേ? പിന്നെ എന്തിനാ ഞാൻ മറുപടി അറിയുന്നേ? കോളേജ് പഠിക്കാൻ വിടുന്ന നിന്റെ ബാഗിൽ നിന്ന് കിട്ടിയ സാധനം എന്താന്നാ ഞാൻ നിന്നോട് ചോദിച്ചത്. എന്നെ പോലെ എന്നെ കോളേജിൽ പഠിക്കാൻ വരുന്ന ആൾക്കാർ ഉപയോഗിക്കുന്നതന്നെ ഇതും. ഇക്കാര്യത്തിൽ കൂടുതൽ വിചാരണയൊന്നും വേണ്ട. പഠിക്കാൻ വിടുന്ന കുട്ടികളുടെ ബാഗിലുണ്ടെന്ന് സാധനം ഇത് അല്ലടി. മോളെ എന്താ ഈ കാണിക്കുന്നേ? അമ്മ വാ. അമ്മ ഇങ്ങോട്ട് വന്നേ. വേണ്ട, അമ്മ ഇങ്ങോട്ട് വരാൻ. എടി മോളെ നടക്ക. നീ എങ്ങോട്ട് കൊണ്ടുപോണേ? അമ്മ ഇങ്ങോട്ട് പോ. ശാലി ഇങ്ങോട്ട് വരാൻ. മോളെ നീ എന്താ ഈ കാണിക്കുന്നേ? അടക്കില്ലേ? ശാലി തുറക്കാൻ. ശാലി തുറക്കാൻ. മോളെ, അയ്യോ ശാലി തുറക്ക. വാതിൽ തുറക്കാൻ. പറയടി, നിനക്ക് എവിടെന്നാ ഇത് കിട്ടിയത്? പറ. എന്നെ കൊന്നാലും ഞാൻ പറയില്ല. ശാലി, നീ പറയില്ല അല്ലേ? പറയില്ലെന്ന് പറഞ്ഞില്ലേ? മോളെ പറയില്ല. അയ്യോ മോളെ എന്താ അവിടെ? നിന്നെ കൊണ്ട് പറയിക്കാടി. പറയില്ലല്ലേ? ശാലി,
എടി, നിനക്ക് നമ്മുടെ അമ്മയും ഞങ്ങൾ ചേച്ചിമാരെ കാട്ടി വലുത് ആ ആളാണല്ലേ? അതെ അതെ, എനിക്ക് അവരെന്നെ വലുത്. അതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്നെ വേണമെങ്കിൽ കൊന്നോ. ഇടി കഥക് തുറക്ക്. അതെടി, നിന്നെ ഞാനിന്ന് കൊല്ലാനാ പോകുന്നത്. മോളെ ശാലിനി. അയ്യോ, അയ്യോ. തുറക്ക് മോളെ, തുറക്കടി മോളെ, ഒന്ന് തുറക്ക്. കൊന്നിട്ടില്ല. അയ്യോ. മോളെ, അയ്യോ ശ്യാമേ, അയ്യോ എന്റെ മക്കളെ, എടി മക്കളെ, അയ്യോ എടി മോളെ ശ്യാമേ, കണ്ണൂർക്കടി. എടി മക്കളെ, ശ്യാമേ, ശാലിനി മക്കളെ, ശ്യാമേ, എന്റെ കൊച്ചിനെ എന്താണ് നീ ചെയ്തത്? തൊട്ട് പോരുത് അവളെ. എന്റെ പൊന്നു മോളെ, എടി എന്താ ശാലിനി ഇത്? എന്റെ കുഞ്ഞ് ശ്യാമേ, ശ്യാമേ, എടി മക്കളെ, കണ്ണൂർക്കടി. അമ്മ, എടി അമ്മയുടെ ഇളയ മോളിപ്പോ ഒരു പേഷ്യന്റാ. പെട്ടെന്നുള്ള ചികിത്സ കൊണ്ടൊന്നും രക്ഷിക്കാൻ കഴിയാത്ത പേഷ്യന്റ്. എനിക്കിത് ആലോചിക്കാം അല്പസമയം വേണോ അമ്മ? ശ്യാമേ, അവളെ ഇപ്പൊ ഉണർത്തണ്ട. ഉണർത്തിയ ചിലപ്പോ വയലന്റ് ആയി ആൾക്കാരെയൊക്കെ ആക്രമിച്ചെന്ന് വരും. എന്തൊക്കെയാടി ഇത്? അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയില് ഒരു കൊലപാതകം തന്നെ ചിലപ്പോ ചെയ്തേക്കും. ചിലപ്പോ അമ്മയും എന്നെയൊക്കെ. എന്തൊക്കെയാടി? എന്നാലും എടി ശ്യാമേ, ശ്യാമേ മോളെ കണ്ണോർക്കടി. എടി എന്റെ അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ അവളെ വിളിച്ചോണത്ത്. പക്ഷേ ഞാൻ അമ്മയുടെ കൈ തന്ന കവറിനുള്ളിലെ പൊടി അത് അവൾക്ക് കൊടുക്കേണ്ടി വരും. രാജ്യാന്തര വിപണിയില് കിലോയ്ക്ക് ലക്ഷങ്ങൾ വിലമതിക്കുന്ന അപകടകാരിയായ മയക്കുമരുന്നാ അത്. അയ്യോ, ശ്യാമേ മോളെ, അയ്യോ എന്റെ കുഞ്ഞ്, അയ്യോ എന്റെ ഈശ്വര. എന്റെ ഈശ്വര. ശ്യാമേ മോളെ, ശ്യാമേ മോളെ കണ്ണൂർക്കടി. ശാലിനി, അമ്മേ, അമ്മേ, എന്താടാ കിടന്ന് കാറി കൂവുന്നേ? അമ്മ വിശേഷം വല്ലതും അറിഞ്ഞോ? പായസത്തിൽ വിഷം ചേർത്ത് പ്രീതിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊന്ന കേസിൽ ആ സുസ്മിതയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഓ, അതാണോ വലിയ വിശേഷം? എനിക്കത് വലിയ വിശേഷം തന്നെയാണ് അമ്മേ. ആ സത്യം തുറന്നു പറഞ്ഞതിന്റെയും അമ്മയെ ചോദ്യം ചെയ്തതിന്റെയും പേരിലാണല്ലോ എന്റെ ഭാര്യ ഇവിടെ നിറക്കി വിട്ടത്. പ്രീതി എവിടെ ഇറക്കി വിട്ടതേ സുസ്മിത പായസത്തിൽ വിഷം കലർത്തി എന്ന് പറഞ്ഞതിനല്ല. എല്ലാം അറിഞ്ഞിട്ടും ഞാൻ അതിന് കൂട്ടുനിന്നു എന്ന് പറഞ്ഞതുകൊണ്ടാ. അമ്മേ, അത് ഏട്ടാ, ഇനി സുസ്മിതയെ അറസ്റ്റ് ചെയ്തെന്ന് തന്നെ ഇരിക്കട്ടെ. ശാലിനി കൊടുത്ത ഫോറൻസിക് തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അറസ്റ്റ്. പായസത്തിൽ കലർത്തിയ വിഷം, അത് കൊണ്ടുവന്ന കുപ്പിയിലെ ഫിംഗർ പ്രിന്റ്, അങ്ങനെ. നീ എന്താ പറഞ്ഞു വരുന്നത്?
വിഷം കലർത്തിയത് സുസ്മിതയാണെന്നത് ശരിയായിരിക്കാം. പക്ഷേ അത് മറ്റാരെങ്കിലും പറഞ്ഞിട്ടാണെങ്കിലോ? ആര് പറഞ്ഞിട്ട്? സുസ്മിതയ്ക്ക് ആ വീട്ടിലെ ഏറ്റവും അടുപ്പം ആരുമായിട്ടാണെന്ന് ഏട്ടനൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതേടാ, സത്യഭാമ തന്നെ. നിന്റെയും പ്രീതിയുടെ കുഞ്ഞിനെ കൊന്നതുകൊണ്ട് സുസ്മിതയ്ക്ക് എന്തോന്നാ നേട്ടം? അമ്മ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ അന്നും ഇന്നും ഒരേ കാര്യം തന്നെയാ പറയുന്നത്. നിങ്ങളുടെയൊക്കെ നിലപാടുകളിൽ മാത്രമേ മാറ്റം ഉണ്ടായിട്ടുള്ളൂ. ഏട്ടൻ ഇനിയും കാര്യം മനസ്സിലായില്ലേ? ചെയ്തത് സുസ്മിതയാണെങ്കിലും ചെയ്യിപ്പിച്ചത് സത്യഭാമയാണെന്ന്. സുസ്മിത പോലീസ് നന്നായിട്ടൊന്ന് കുടഞ്ഞ ഈ കേസിലെ യഥാർത്ഥ പ്രതി പുറത്തു വരും. വക്കീലായ ഏട്ടന് IPC 120B എന്താന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അതുപ്രകാരം വിഷം കലർത്തിയ സുസ്മിതയല്ല ഈ കേസിലെ ഒന്നാം പ്രതി. അതിനെ പ്രേരിപ്പിച്ചയാളാ. അതിനുവേണ്ടി തന്നെയാടാ വസുമതിയും കാത്തിരിക്കുന്നത്. നിന്റെ കുഞ്ഞിനെ ആ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കുരുതി കൊടുത്ത് യഥാർത്ഥ പ്രതി വെളി വരാൻ. എക്സ്ക്യൂസ് മീ. വിത്ത് യുവർ പെർമിഷൻ. എന്താണാവോ കമ്മീഷണർ അമ്മയുടെ തിരുവെഴുന്നള്ളത്തിന്റെ ലക്ഷ്യം? വസുമതി കുഞ്ഞമ്മയുടെ നെറ്റിയിലെ മുറിവിന്റെ ആഴവളക്കാനാണെങ്കിൽ അത് ഉണങ്ങി. ആ കേസ് നമ്മൾ ക്ലോസ് ചെയ്തിരുന്നല്ലോ വസുമതി അമ്മേ. അതിനൊപ്പം പ്രീതി മറ്റൊരു പരാതി നൽകിയിരുന്നല്ലോ. പായസത്തിൽ വിഷം ചേർത്ത് അവളുടെ വയറ്റിലെ കുഞ്ഞിനെ കൊന്നെന്ന്. അതെ, ആ കേസിൽ അന്ന് കാട്ടിയ ശുഷ്കാന്തിയൊന്നും പിന്നെ വസുമതിയുടെ ഭാഗത്തുനിന്ന് കണ്ടില്ല. കേസന്വേഷണം നിങ്ങളുടെ ചുമതലയാണല്ലോ. പിന്നെ വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. തീർച്ചയായും. അപ്പോ കേസിൽ സുസ്മിത അറസ്റ്റിലായ വിവരവും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. പക്ഷേ അന്വേഷണം പൂർത്തിയായിട്ടില്ല. അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം കൂടി വേണം. ഞങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവും. കേസ് തെളിഞ്ഞാൽ മാത്രം മതി. ഷോ, അവളെ അകത്തേക്ക് കൊണ്ടുവാ. അവളെയും കൊണ്ടുവാ. അർജുൻ വേണ്ട. അർജുൻ, പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന പ്രതിയാണ് സുസ്മിത. അവളുടെ ദേഹത്തൊരു പോറൽ പോലും വീഴാൻ പാടില്ല. ഇല്ല മാം, ഇവളെ കൊണ്ട് എനിക്ക് പറയിക്കണം. എന്തിനാണ് ഇവൾ ഈ മഹാപാപം ചെയ്തതെന്ന് ആര് പറഞ്ഞിട്ട് എന്റെ കുഞ്ഞിനെ കൊന്ന് ചോര കുടിച്ചെന്ന്? ഏയ്, അതൊക്കെ പോലീസിന്റെ ജോലിയാണ് അർജുൻ. നിങ്ങളുടെ 2 ചോദ്യങ്ങൾക്കും ഞങ്ങൾ ഉത്തരം കണ്ടുപിടിച്ചു കഴിഞ്ഞു. എന്തിനു വേണ്ടി ഇവളി കൃത്യം ചെയ്തു? ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് രണ്ടാമതെത്താം. ഇവളെ കൊണ്ട് ആരിത് ചെയ്യിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയാൽ അത് എളുപ്പമാവും. എങ്കിൽ മാം പറയണം, ആർക്ക് വേണ്ടിയാ, ആർക്ക് വേണ്ടി ഇവളിത് ചെയ്തതെന്ന്? യെസ്, അക്കാര്യം ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. ആർക്ക് വേണ്ടിയാണ് താനിത് ചെയ്തതെന്ന് സുസ്മിത തുറന്ന് സമ്മതിച്ചു കഴിഞ്ഞു. അന്വേഷണത്തിൽ സുസ്മിതയുടെ മൊഴി വിശ്വാസയോഗ്യമാക്കുന്ന തെളിവുകളും ഉണ്ട്. ഇനി കേസിലെ പ്രധാന പ്രതിയെ കസ്റ്റഡിയിലെടുക്കേ വേണ്ടൂ. എങ്കിൽ എന്തിനു മടിച്ചു നിൽക്കണം മാം? അറസ്റ്റ് ചെയ്യണം, അതാരായാലും.
അണ്ടർ അറസ്റ്റ് വസുമതി. നിങ്ങളെന്ത് തോന്നിയാസായി പറയുന്നത്? പ്ലീസ് കോപ്പറേറ്റ് വസുമതി. ഞങ്ങളുമായിട്ട് സഹകരിക്കണം. സത്യഭാമയെ രക്ഷിക്കാൻ വേണ്ടി എന്റെ അമ്മയെ പ്രതിയാക്കുന്നോ? സമ്മതിക്കില്ല ഞങ്ങള്. ആരെയും രക്ഷിക്കാൻ വേണ്ടിയല്ല, വേണ്ടത്ര തെളിവുകളുടെ അടിസ്ഥാനത്തിലാ ഞാനിവിടെ നിൽക്കുന്നത്.